അത് SIT കണ്ടുപിടിച്ചു. അവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലേ, BJPക്കാരും പറയുന്നത് അതാണ്. അപ്പോൾ വക്കാലത്താണ്. SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ അറസ്റ്റ് സംബന്ധിച്ച് സ്വാഭാവികമായും അതിനകത്ത് ഏറെ സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം BJPയുടെ അഭിപ്രായം നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് അത് തീരുമാനിക്കപ്പെടട്ടെ. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള ചില കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് ചില സംശയങ്ങളുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ട ശരിയും തെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് SIT കോടതിയിൽ പറയേണ്ട കാര്യമാണ്. ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട, അതേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറയും 1-2 പേർക്കെതിരെ ആരോപണം വന്നതെന്ന് ചോദിച്ചാൽ അവർ മുഴുവൻ മോശക്കാരാണോ? ശരണം വിളിച്ച് കണ്ഠമിടറി പാരഡി പാടി നടന്നവരുടെ തൊണ്ട ഇപ്പോൾ ഇടറുന്നത് എന്തുകൊണ്ടാണ്? ഭയം കൊണ്ടാണോ? ഭക്തിയെ രാഷ്ട്രീയ ആയുധമാക്കി LDF സർക്കാരിനെതിരെ തെരുവിൽ പാരഡി പാടി നടന്നവർക്ക് ഇന്ന് കാലം കാത്തുവച്ച കാവ്യനീതിയുടെ തിരിച്ചടിയാണോ ഇപ്പോൾ കാണുന്നത്? നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം കോൺഗ്രസും BJPയും കെട്ടിപ്പൊക്കിയ നുണക്കഥകളുടെ ചീട്ടുകൊട്ടാരമാണ് തകർന്നു വീഴുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കും ഹൈക്കമാൻഡിനും വരെ ഉണ്ടായിരുന്ന അവിശുദ്ധ ബന്ധമെന്ന് മാധ്യമങ്ങൾ പോലും പറയുന്ന കാര്യങ്ങളിപ്പോൾ പുറത്തു വരുമ്പോൾ എന്തിനായിരുന്നു നിങ്ങൾ ഈ കേസിനെ രാഷ്ട്രീയവൽക്കരിച്ചത്? തന്ത്രിയുടെ അറസ്റ്റോടെ സ്വന്തം നേതാക്കളുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തിനാണ്? പ്രതി നിരപരാധിയാണെന്ന് പറയാതെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രിയുടെ വീട്ടിൽ ഓടിയെത്തി BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പിന്തുണ പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിലെ സുവർണ അവസരം എന്താണ്? ഭക്തിയുടെ മറവിൽ നടന്ന ഈ പകൽക്കൊള്ളയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? വിശ്വാസികളെ മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചവർ ഇന്ന് സ്വന്തം പാളയത്തിലെ വിള്ളലുകൾ മറയ്ക്കാൻ പാടുപെടുന്നുണ്ടോ? കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഒരു വ്യക്തിയുടെ മാത്രം വീഴ്ചയല്ല, അത് കോൺഗ്രസ് BJP സഖ്യത്തിൻ്റെ അഴിമതിയുടെ ആഴമാണോ വ്യക്തമാക്കുന്നത് എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അവരുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുടെ ഒരുക്കങ്ങളായിരുന്നോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ആ ഒരുക്കങ്ങൾക്ക്, ആ സുവർണ അവസരങ്ങൾക്കേറ്റ തിരിച്ചടിയാണോ ഇപ്പോൾ ഉണ്ടായത്? സുവർണ അവസരങ്ങൾ പാളിയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ K. അനിൽകുമാർ, ഇന്നിപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ SIT മാത്രമല്ല എത്തിയത്. SITക്ക് മുമ്പ് ഈ പാരഡി പാടിയവരും നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയവരുമൊക്കെ ഇന്ന് അവിടെ പോയി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടു. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നാണ് താങ്കൾക്കിപ്പോൾ തോന്നുന്നത്? ശബരിമല കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മീയമായ ഒരു തീർത്ഥാടകരുടെ അവർ ആശാവഹമായ നിലയ്ക്ക് ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ്. അത്തരമൊരു കേന്ദ്രത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വളരെ ഫലപ്രദമായിട്ടാണ് എല്ലാ കാലത്തും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. പ്രാക്കുളം ഭാസിയും PK ചിന്തനാനന്ദനും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന കാലം മുതൽ ഓരോ കാലഘട്ടത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റുകൾ ശബരിമലയ്ക്ക് ഉചിതമായത് ചെയ്തിട്ടുണ്ട്. ശബരി റെയിൽവേ കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നില്ലെങ്കിലും ശബരി വിമാനത്താവളത്തിന് പിണറായി സർക്കാർ വളരെ വേഗതയിൽ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ശബരിമലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ശബരിമലയുടെ വികസനത്തിന് മാറ്റിവെച്ച ഗവൺമെൻറ് ഈ 2 ടേമിൽ ഭരിക്കുന്ന LDF ഗവൺമെൻറ്റാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കാനും ഓരോ വിഷയങ്ങൾക്കകത്തും സർക്കാരിനെ ആക്രമിക്കാനും പ്രതി ചേർക്കാനും മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനും ശബരിമലയെ മറയാക്കുക എന്നത് പുതിയ കാര്യമല്ല. അതിൽ കോൺഗ്രസും BJPയും മത്സരിക്കുന്നതും പുതിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ ജനസമൂഹത്തിന് നല്ല തിരിച്ചറിവുണ്ടായിരിക്കുന്നു. കേരളത്തിലെ വിവിധ സമുദായ സംഘടനകൾ BJPക്കും UDFനും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല, ശബരിമലയോട് യാതൊരു കൂറുമില്ല, സർക്കാർ ശരിയായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന നിലയിൽ അഭിപ്രായം പറയുന്നവരായവർ മാറി. ഇപ്പം നമ്മുടെ ചർച്ചാ വിഷയമായി തീർന്നത് ശബരിമലയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ശബരിമലയിൽ നടന്നത്. പക്ഷേ എന്താണ് ശബരിമലയിലെ നിയമ സംവിധാനം, ആത്മീയ സംവിധാനം എന്ന കാര്യം കൂടി അറിഞ്ഞുകൊണ്ട് വേണം ഈ ചർച്ച നടത്താൻ. ഹിന്ദു ആരാധനാലയങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം ഐക്യകേരളം ഉണ്ടാകും മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ്. തിരുവിതാംകൂർ രാജാവ്, മലബാറിലെ രാജാക്കന്മാർ അവരൊക്കെ തന്നെ അന്നത്തെ സർക്കാരിൻ്റെ രാജഭരണകാലത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ക്ഷേത്രങ്ങളെ ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളുണ്ട്. ആ കരാറുകൾ പ്രകാരം സർക്കാർ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കാണ് മേൽനോട്ടാധികാരം കൊടുത്തിരിക്കുന്നത്. ആത്മീയമായ മേൽനോട്ടാധികാരം തന്ത്രിക്കും, നിയമപരമായ ആഡിറ്റ് അടക്കമുള്ള മേൽനോട്ടാധികാരം അവിടുത്തെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനുമാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കാര്യങ്ങൾ തന്നെ നിർവഹിക്കാൻ വേണ്ടി ചുമതലയേറ്റിട്ടുള്ള ബെഞ്ചുമാണ്. അവരുടെ പ്രതിനിധികൾ ശബരിമലയിൽ എല്ലാ കാലത്തും ഉണ്ടാകും. അവരുടെ മേൽനോട്ടത്തിലാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കേണ്ടത്. ഓഡിറ്റ് എന്ന് പറയുന്നത് ശബരിമലയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ ജോലിയാണ്. ഇപ്പോൾ BJPയുടെ നേതാവും മുമ്പ് കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ രാമൻ നായർ, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന UDF ഭരണകാലത്ത് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. എങ്ങനെയാണ് UDFൻ്റെ ബോർഡുകൾ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിനെ തകർത്തത്? മറുഭാഗത്ത് LDFൻ്റെ ബോർഡുകൾ വളരെ മാതൃകാപരമായിട്ടാണ് പ്രവർത്തിച്ചത്. പക്ഷേ 2019 ഭരണസമിതിക്ക് വീഴ്ച സംഭവിക്കുന്ന വിധം അവിടെ ഒരു മോഷണം നടന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. വളരെ വേദനാജനകമായൊരു കാര്യത്തെ ആ ഘട്ടത്തിൽ നിയമപരമായ തീർപ്പിന് വിടുക എന്നതിനപ്പുറം, കുറ്റവാളികളെ എല്ലാ തരത്തിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതിനപ്പുറം ഇതാ കിട്ടിപ്പോയി. ഇതുപയോഗിച്ച് ഇടതുപക്ഷത്തിൻ്റെ 10 കൊല്ലക്കാലത്തെ ഭരണത്തിൻ്റെ അടുത്ത തുടർച്ചയെ ഇല്ലാതെയാക്കാം. സുവർണാവസരമായി. മുമ്പൊരിക്കൽ ഇതുപോലൊരു സുവർണാവസരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തുടർന്ന് 2021 ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ച് പിടിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു, എല്ലാ വിശ്വാസമൂർത്തികളുടെയും സംരക്ഷണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ സുഭദ്രമാണ് എന്ന് വിശ്വാസികൾക്കറിയാം. അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഉണ്ടായ സംഭവത്തിലും മുഖ്യമന്ത്രിയും ഗവൺമെൻറ് ഇവിടുത്തെ നിലപാടെന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം സ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നിയമ ചുമതലയുടെ മേൽനോട്ടാധികാരമുള്ളവർ. അവർ തന്നെ മേൽനോട്ടം വഹിച്ച് കേരള പോലീസിലെ ഏറ്റവും ഫലപ്രദമായ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം വേണം. അതിൽ ഏതറ്റം വരെ പോയാലും ഞങ്ങൾ ഇടപെടില്ല, തടസ്സപ്പെടുത്തില്ല, പിന്തുണയായിരിക്കും. ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, LDF, കേരള സർക്കാർ അന്ന് മുതൽ ഇന്ന് വരെ SITക്ക് ഉറച്ച പിന്തുണയാണ്. ഈ ഘട്ടം വരെ SITക്ക് ഏതറ്റം വരെയും പോകാം, ശരിയായ നിഗമനങ്ങളിലേക്ക് എത്താം, എല്ലാ കുറ്റവാളിയും പുറത്തു കൊണ്ടുവരാം. ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന, LDF കൊടുക്കുന്ന ഉറപ്പ്, ജനസമൂഹത്തിന് കൊടുക്കുന്ന ഉറപ്പ്, മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. അത് ഈ നിമിഷം വരെ പാലിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് കോൺഗ്രസ് ചെയ്തത്? ദേവസ്വം
ബെഞ്ചിൻ്റെ കീഴിലുള്ള അന്വേഷണത്തെ, SIT അന്വേഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് CBI മതി, കേന്ദ്ര സർക്കാരിൻ്റെ CBI മതി, ഇതായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. മാത്രമല്ല, സോണിയാഗാന്ധിക്കൊപ്പം നമ്മുടെ ചിത്രത്തിൽ കാണുന്ന മോഷണത്തിന് നേതൃത്വം കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഗോവർദ്ധനോ അല്ല, പങ്കജ ഭണ്ഡാരി അല്ല, ഈ സ്വർണ്ണപ്പാളികളാകെ വിദേശത്തേക്ക് കടത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു കെട്ടുകഥയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇത്തരമൊരു കെട്ടുകഥയാണ് VD സതീശൻ പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രൻ കോടീശ്വരന് വിറ്റു. ഇപ്പം ഏത് കോടീശ്വരനാണ്? ചെന്നിത്തല പറയുന്ന ആർക്കാണ്? രണ്ട് സത്യമില്ല, ഒരു സത്യം ഉണ്ടാവും. ഇന്നത്തെ രാത്രിയിലെങ്കിലും കോൺഗ്രസിന് വേണ്ടി പ്രതികരിക്കുന്ന ശ്രീ N. ശ്രീകുമാർ സാറിനോട് ഞാൻ അപേക്ഷിക്കുന്നു, ചെന്നിത്തലയുടെയും സതീശൻ്റെയും വാദങ്ങൾ SIT അന്വേഷണത്തിനെതിരായി എന്തുകൊണ്ട് കോൺഗ്രസ് ഉന്നയിച്ചു? എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം ഉരുക്കി, അത് പോറ്റി ഗോവർദ്ധന് വിറ്റു. അത് ഗോവർദ്ധൻ സമ്മതിച്ചിട്ടും കോൺഗ്രസ് പാർട്ടി സമ്മതിച്ചില്ല, സതീശൻ സമ്മതിച്ചില്ല. എന്നിട്ട് SIT ഫലപ്രദമായ അന്വേഷണം നടത്തേണ്ട SITയുടെ സമയം തമിഴ്നാട്ടിൽ ഡിണ്ടിക്കൽ വഴി കയറ്റിവിട്ടു. എത്ര സമയമാണ് SITയുടെ അപഹരിച്ചത്? എന്തിനായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫലപ്രദമായ അന്വേഷണം നടത്തി തീരുമാനങ്ങളിലേക്ക് എത്താൻ SITക്ക് സാവകാശം കൊടുക്കാത്ത വിധം SITയെ കടന്നാക്രമിച്ചു. മാധ്യമ വിചാരണ പാടില്ല എന്ന് ഹൈക്കോടതി ഒരു തവണ വിലക്കിയിട്ടും സമ്മതിക്കാതെ മാധ്യമങ്ങൾ കടന്നാക്രമിച്ചു. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്തിമമായി ഉത്തരവിറക്കി, അന്വേഷണം ശരിയായ വഴിയിലാണ്, SITയുടെ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു, അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, എക്സ്പെർട്ടാണ്, ശാസ്ത്രീയ പരിശോധനയാണ്. അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാണിതെങ്കിലും വളരെ ഫലപ്രദമായവർ അന്വേഷിക്കുന്നു. അതുകൊണ്ട് ഇനി മാധ്യമങ്ങൾ അവരെ പിന്തുടർന്ന് വേട്ടയാടരുത്, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കരുത്. VD സതീശൻ രാജിവെക്കണ്ടേ? ചെന്നിത്തല രാജിവെക്കണ്ടേ? ഇതെല്ലാം ഉണ്ടായിട്ടും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ നേരെ ചെല്ലുന്നില്ല? നമ്പർ 10 ജൻപതിൽ പോകുന്നില്ല? സോണിയാഗാന്ധിയുടെ ഒരു മകൾ കേരളത്തിൽ നിന്നുള്ള MP ആണ്. ഈ അമ്മയുടെ അടുത്ത് കേരളത്തിലെ 2 MPമാർ, നിങ്ങളുടെ സഹപ്രവർത്തകർ, ഈ കള്ളന്മാരുമായി വന്നതിൻ്റെ കാരണം എന്താണ്? എന്താണ് പോറ്റിയും ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം? AICC വ്യക്തമാക്കണ്ടേ? KC വേണുഗോപാൽ വ്യക്തമാക്കണ്ടേ? എന്താ വ്യക്തമാക്കാത്തത്? സ്പെഷ്യൽ പ്രിവിലേജാണ്. CPMനെതിരെ എന്തും പറയാം, എന്തും നുണയും പറയാം, ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കാം. ഞാനൊക്കെ ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ മുഖത്ത് നോക്കി എന്നെ തന്നെ എത്ര തവണ കള്ള സ്വർണ്ണക്കള്ള. പിന്നെയാണ് പാട്ടൊക്കെ വന്നത്. ഞങ്ങൾ ചർച്ചയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ശ്രീകുമാർ സാറിനൊക്കെ അറിയാമല്ലോ, ഞങ്ങളൊക്കെ സ്വർണം കെട്ട പോലെയാണ് ഈ വിഷയത്തിൽ ഞങ്ങളെ അപമാനിച്ചത്, ആക്രമിച്ചത്. പല ആളുകളും ഞങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ന്യായീകരിക്കാമോ? പാർട്ടിക്ക് വേണ്ടി ന്യായീകരിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ന്യായീകരിക്കേണ്ടതുണ്ടോ? ഇപ്പം കാര്യങ്ങൾ വ്യക്തമായി. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2004 തന്ത്രി ശ്രീരാംപൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്ന പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്. 2007 ഇതേ തന്ത്രി അദ്ദേഹത്തെ ശ്രീകോവിലിനുള്ളിൽ കയറ്റി. 2014 പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ അജയ് തറയിലിൻ്റെയും ബോർഡ് അദ്ദേഹത്തെ സ്പോൺസർ പോറ്റിയാക്കി. 2019 ബോർഡിന് ഈ പോറ്റിയെ തിരിച്ചറിഞ്ഞ് ഇറക്കി വിടാൻ കഴിയാതിരുന്നത് തന്ത്രിയുമായുള്ള ബന്ധം കൊണ്ടായിരുന്നു. ഞങ്ങളുടെ ഭരണസമിതിക്ക് ആ വീഴ്ച വരുന്നതിന് കാരണം തന്ത്രി സൃഷ്ടിച്ചിട്ടുള്ള പ്രഭാവലയത്തിന് ഉള്ളിൽ നിന്നൊരു പോറ്റിയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള പിശക് ആ ഭരണാധികാരികൾക്ക് പറ്റിയിട്ടുണ്ടാവും. ഇന്നലെ കൃത്യമായി SIT കൊടുത്ത റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറയുന്നത് 1, 9, 10 പ്രതികളാണ് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത്. ഇപ്പോൾ തന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രത്തോളം അതുണ്ട് നമുക്കറിയില്ല. അതിലൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു തരി സ്വർണം അപഹരിച്ചതായി ഇതുവരെ SIT കണ്ടെത്തിയിട്ടില്ല. ആ കുറ്റക്കാർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയുമില്ല. ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ N. ശ്രീകുമാർ, ഇത് കഴിഞ്ഞ ഒരു 1-2 മാസത്തെ കാര്യമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. ഒരുപക്ഷെ ഈ പിണറായി സർക്കാർ രണ്ടാമത് വരുന്നതിന് മുൻപ് ഇവിടെ ശ്രീ അനിൽകുമാർ അത് വിശദീകരിച്ചതാണ്.
അതിന് മുമ്പുണ്ടായ നയതന്ത്ര ബാഗിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട EDയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അന്നത്തെ നിലപാടുകൾ നമുക്കറിയാമല്ലോ. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഇനി പറയേണ്ടതില്ലല്ലോ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന P. രാധാകൃഷ്ണനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ മുതൽ ഇപ്പോഴത്തെ ഈ ഒടുവിലത്തെ ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ് വരെ ഈ കാര്യങ്ങളെയൊക്കെ പ്രതിപക്ഷം കോൺഗ്രസും BJPയും എങ്ങനെയാണോ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, അതൊക്കെ ഓരോ ഘട്ടത്തിലും അതാത് സമയങ്ങളിൽ കൃത്യമായി തിരിച്ചടി കിട്ടിക്കൊണ്ട് അവസാനിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 100 സീറ്റ് വരെ എന്ന് പറഞ്ഞ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നതിന് ശബരിമല എടുത്ത് മുമ്പിൽ വെക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയതും കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നതും. കോൺഗ്രസ് വീണ്ടും ഇനി കൊടി പിടിക്കാതെ നാമജപ ഘോഷയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണോ ഇന്നത്തെ കാഴ്ചകളിൽ? നോക്കൂ ഡോക്ടർ ലാലേ, ഇപ്പം നിങ്ങൾ പറഞ്ഞ കേട്ടാത്തൊന്നും തന്ത്രി എന്തോ ഒരു കോൺഗ്രസിൻ്റെ നേതാവാണെന്ന്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് ഗുളികയാണത്. അനിൽകുമാർ വക്കീലടക്കം പറയുന്നുണ്ട്. കേരളത്തിൽ ഈ ശബരിമല വിഷയം വന്നപ്പോൾ അറസ്റ്റിലായത് മുഴുവൻ നേതാക്കൾ മുഴുവൻ CPMകാരാണ്. പത്മകുമാർ, വാസു, അതുപോലെ തന്നെ നമ്മളുടെ മൂന്നാമത് ഒരാളുണ്ടല്ലോ, നമ്മളുടെ വിജയകുമാറോ, പേര് ഞാൻ പറഞ്ഞ വിജയകുമാർ എന്നാണ് തോന്നുന്നു. ഈ 3 CPM നേതാക്കളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അവർ പറഞ്ഞു ഒരു INTUC ജില്ലാ പ്രസിഡൻറ്റ് ഇതിൽ പ്രതിയാണ്, അങ്ങേരുണ്ടെന്ന് പറഞ്ഞു. ഏത് ജില്ലാ പ്രസിഡൻ്റാണെന്ന് ചോദിച്ചപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റ്. ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഏതോ ഒരു ബൈജു എന്ന് പറയുന്ന ഒരാൾ ഈ ദേവസ്വം ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയാണ് ആലപ്പുഴ ജില്ല INTUC പ്രസിഡൻ്റായിട്ട് കുറേ കാലം ഒരാഴ്ച മുമ്പ് വരെ അവതരിപ്പിച്ചു. അവസാനം ഒരു ചാനലിൽ ശ്രീ അരുൺകുമാറിനോട്, അനിൽകുമാറല്ല, ശ്രീ അരുൺകുമാറിനോട് അവതാരം തന്നെ പറഞ്ഞു അത് വേറൊരു INTUC പ്രസിഡൻ്റാണ്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും പറയുന്നു ആയിക്കോട്ടെ. ഇവിടെ ശ്രീ അനിൽകുമാർ വക്കീൽ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ല എന്നാണ്. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. തന്ത്രി അറസ്റ്റ് ചെയ്ത് എന്ത് കാര്യം വ്യക്തമാകാനുള്ളത്? ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാടായിട്ടാണ്. അതിൽ ഇന്ന് കുറേ ചർച്ചകൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് SITയുടെ നിലപാട് കൊണ്ടാണ് ഈ തന്ത്രി അറസ്റ്റ് ചെയ്തതെന്നാണോ താങ്കൾ പറഞ്ഞത്? എനിക്കത് മനസ്സിലായില്ല. അതിനകത്ത് ഇത്രയും കാലം പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയനാണ്, അല്ലെങ്കിൽ മറ്റ് CPMൻ്റെ ഉന്നത നേതാക്കളാണ് ഈ സ്വർണ്ണമൊക്കെ തട്ടിക്കൊണ്ടു പോയതെന്നാണല്ലോ. ഇതിപ്പോൾ അവിടെ അല്ല, തന്ത്രിക്ക് ഇതിനകത്ത് റോളുണ്ട് എന്നാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അറസ്റ്റ് ചെയ്യാൻ കൊടുത്ത നോട്ടീസിലൊക്കെ കാണുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് തന്ത്രിയുടെ വീഴ്ചകളെന്ന്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ട് വരും ഈ കസ്റ്റഡിയിലേക്ക് എടുത്ത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ. അപ്പോൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും ഒക്കെ തന്ത്രിക്ക് പോയി പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് ഈ കോൺഗ്രസ് നേതാക്കളുടെയും BJP നേതാക്കളുടെയും ഈ തന്ത്രിയുമായിട്ടുള്ള ഇടപെടലിലുള്ള പങ്ക് പറ്റൽ എന്തെങ്കിലും ഉണ്ടോ? തന്ത്രി എന്തെങ്കിലും കുറ്റം ചെയ്തോ എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും പറയുകയില്ല. ഇവിടെ ഇപ്പോൾ SIT പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നേരത്തെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നതല്ല. നോക്കൂ ഡോക്ടർ ലാലേ, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കൂ. പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അത് അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ അന്വേഷണത്തിൻ്റെ ഗതിയുടെ അടിസ്ഥാനത്തിൽ അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിൽ മറ്റുള്ള ഇനിയിപ്പോൾ വല്ല കൂടുതൽ വരുമോയെന്നറിയില്ല. ഇന്നത്തെ നമ്മുടെ വാർത്തകൾ അനുസരിച്ചിട്ട് ആചാര ലംഘനം നടത്തിയെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ CPM തെറ്റാണ് സാർ. തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. താങ്കൾ പറഞ്ഞോളൂ. ആചാര ലംഘനമല്ല, കൃത്യമായ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി, കൃത്യമായ ഒഫീഷ്യൽ ഡ്യൂട്ടി അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. അതായത് തന്ത്രി എന്നുള്ള നിലയ്ക്ക് ദേവൻ്റെ അനുജ്ഞ വാങ്ങിയിട്ട് വേണം അവിടെയുള്ള ദേവൻ്റെ മുതൽ അവിടെ വെച്ച് നന്നാക്കുന്നതിനുള്ള അനുമതി കൊടുക്കാൻ. പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ പറയുന്നുണ്ട്. ഇനി അവിടെ നിന്ന് നന്നാക്കണമെങ്കിൽ പോലും ആ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് ദേവൻ്റെ അനുമതി വാങ്ങണം. അത് രേഖാമൂലം ഈ പറയുന്ന തന്ത്രി കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. അതൊരു വീഴ്ചയാണ്.
അതിൽ നിന്ന് തുടങ്ങുന്നു. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് അന്വേഷിക്കുമ്പോൾ ഈ പോറ്റിയുമായിട്ടുള്ള 2004 മുതലുള്ള ബന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ അതിനകത്തുണ്ട്. അതൊരു ആത്മീയ കാര്യമൊന്നുമല്ല. അല്ല, എൻ്റെ മേൽവിലാസത്തിൽ ലാല് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കൂ. ആചാര ലംഘനം നടത്തി എന്നുള്ളത് ഇന്നത്തെ അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നതാണ് ഈ ആചാര ലംഘനം എന്ന് പറഞ്ഞാൽ. ലാലിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ വരുന്നത്. ഞാനത് വിശദീകരിച്ചില്ലെന്നേ ഉള്ളൂ. അതിൽ സ്വർണത്തിൻ്റെ പങ്ക് പറ്റിയതോ സാമ്പത്തിക ലാഭമൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് പിന്നെ അതിപ്പോൾ ആരുടെ അടുക്കലും പറഞ്ഞിട്ടില്ല. ഈ നേരത്തെ അനിൽകുമാർ വക്കീൽ പറഞ്ഞ പോലെ രണ്ടുപേരുടെ പേര് മാത്രമേ. അതായത് താങ്കൾ പറയുന്നു ഇതൊരു ആചാര ലംഘനമാണ്. ഞാൻ താങ്കളുടെ അനുമതിയോടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾ അക്ഷമനാകരുത് ദയവായി. എൻ്റെ അനുമതി ഇല്ല. ദയവായി ആളുകൾ കേൾക്കട്ടെ. ഒരു വെറുതെ ഇങ്ങനെ ഇടപെട്ടിട്ട് എന്താ കാര്യം? ഇതൊരു ആചാര ലംഘനമാകുന്നത് എങ്ങനെയാണ്? താങ്കൾ അത് വിശദീകരിക്കൂ. നോക്കൂ, ഞാൻ അന്നത്തെ പത്രവാർത്തയാണ്. ഞാൻ ഈ അന്വേഷണ സംഘത്തിലില്ലല്ലോ. ഏത് പത്രം? അന്വേഷണ സംഘത്തിലുള്ള ആളല്ല ഞാൻ. നിങ്ങൾ അനിൽകുമാറിനോട് ചോദിച്ച് മനസ്സിലാക്കൂ. നിങ്ങൾ എൻ്റെ സമയം കളയല്ലേ, വെറുതെ അനാവശ്യ തർക്കത്തിലേക്ക് വലിച്ചെടുക്കല്ലേ ചുമ്മാ. ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ അന്വേഷണ സംഘത്തിൽപ്പെട്ട ആളല്ലല്ലോ. ലാലിന് സംശയമുണ്ട് അനിൽകുമാർ വക്കീലിനോടോ എന്താണ് ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്ന കാര്യമാണ് പറയുന്നത്, പത്രവാർത്തയല്ല. ഞാൻ പറയട്ടെ എൻ്റെ ചങ്ങാതി, നിങ്ങളിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് ക്ഷമിക്കൂ. ഞാൻ എന്തായാലും CPM-കാരെ ഇതിൽ CPM-ൻ്റെ നേതാക്കൾ പ്രതികളായിട്ട് ജയിലിൽ കിടപ്പുണ്ടെന്നുള്ള സത്യമല്ലേ. ഇതിപ്പോൾ അത് മറച്ചു വയ്ക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് കോൺഗ്രസിൻ്റെ അയ്യപ്പൻ്റെ പാരഡിപ്പാട്ട് എന്താ അവസാനിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചാൽ എന്നും പാരഡിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണോ? അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് പാടും. നാമം ജപിക്കുന്ന പോലെ പാരഡിപ്പാട്ട് പാടാൻ പറ്റില്ലല്ലോ. അത് ഇലക്ഷൻ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ പാടും, അല്ലെങ്കിൽ ശേഷം പാടും. ഇനി അടുത്ത സമയം വരുമ്പോൾ അത് പാടും. ഇതാ കോൺഗ്രസിൻ്റെ ജാഥകളൊക്കെ വരുന്നുണ്ട്, അന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാം പാരഡിപ്പാട്ട്. അല്ലാണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരം വിളക്ക് എത്തിച്ച് വെച്ച് ആരെങ്കിലും പാരഡിപ്പാട്ട് പാടുമോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പിന്നെ അതിനൊന്നും ഉത്തരം പറയുന്നില്ല. ഇവിടെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ പറഞ്ഞു കോൺഗ്രസ്സുകാരും BJP-ക്കാരും കൂടെ തന്ത്രിയുടെ വീട്ടിൽ പോയി. ഏത് കോൺഗ്രസ്സുകാരനാണ് ഒന്ന് പറഞ്ഞ പേരെന്ന് പറഞ്ഞേ? വിജയകുമാർ, പ്രാദേശിക നേതാവ്. ആലപ്പുഴ ജില്ലയിലെ വിജയകുമാർ ആരാണെന്ന് പറയാം? D. വിജയകുമാറാണ് തോന്നുന്നു. D. വിജയകുമാർ തോന്നുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ സന്ദീപ് വാചസ്പതി പോയ കാര്യം ചാനലുകളൊക്കെ ഞാൻ കണ്ടു. ഇനിയിപ്പോൾ നിങ്ങൾ ആരെയൊക്കെ അയൽക്കാരെങ്കിലും പോയിട്ടുണ്ടോ എനിക്കറിയില്ല. അല്ല, കോൺഗ്രസ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കോൺഗ്രസിൻ്റെ പിന്തുണ തന്ത്രിക്ക് കൊടുത്തു എന്നുള്ള രീതിയിലാണല്ലോ താങ്കൾ സംസാരിച്ചു കൊണ്ടുവന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്ന് വ്യക്തമായിട്ട് എല്ലാ നേതാക്കളും സംസാരിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ തന്ത്രിയാണെങ്കിലും ആരെയാണെങ്കിലും ശരി, അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതേപോലെ നടക്കട്ടെ. അതിൽ യാതൊരു പ്രശ്നവുമില്ല, അന്വേഷണം നടക്കട്ടെ. പക്ഷേ അതുകൊണ്ട് തന്ത്രിയെ മറയാക്കിക്കൊണ്ട് CPM-ൻ്റെ ഭരണകാലത്ത് ഇതിനുള്ള ബന്ധം മറയ്ക്കാൻ പറ്റില്ലെന്നാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ആ നിലപാട് എന്ന് പറയുമ്പോൾ ഇന്നലെ തന്ത്രിയെ അവർ അറസ്റ്റ് ചെയ്തു, നാളെ വേറെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ, അത് മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുമോ, മുൻമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ SIT-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മൾ ഇതുവരെ നടന്ന സംഭവങ്ങൾ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയാണ് താങ്കൾ പറയുന്നതെങ്കിൽ, അത്ര ലാഘവത്തോടു കൂടിയാണ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതെങ്കിൽ, ഈ പറയുന്ന നേരത്തെ അനിൽകുമാർ ചോദിച്ച സോണിയാഗാന്ധിയുടെ കാര്യം, ഹൈക്കമാൻഡിലേക്ക് പിന്നെ അടൂർ പ്രകാശ് വിളിച്ചുകൊണ്ടുപോയി പോറ്റിയെ അവിടെ കയറ്റിയതിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും. ഇത്ര ലാഘവത്തോടു കൂടി അന്വേഷിക്കേണ്ട കാര്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതല്ല ഇവിടുത്തെ കാര്യം. കാരണം അതിനേക്കാൾ വലിയ കാര്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തന്ത്രിയുടെ ഇടപെടൽ, താങ്കളത് ആചാരത്തിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള കാര്യം SIT ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആചാരമല്ല പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ശബരിമലയിലെ സന്നിധാനത്തെ മുതൽ സംരക്ഷിക്കാനുള്ള ഒരു കൃത്യമായ ഇടപെടലാണ്. തന്ത്രിക്കുള്ള റോളാണത്. തന്ത്രിയുടെ അനുവാദമില്ലാതെ അത് അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അയ്യപ്പന് വേണ്ടി. പിതൃതുല്യനായ ഈ തന്ത്രി അത് അദ്ദേഹം സൂക്ഷിക്കേണ്ട കാര്യം അവിടെ ചെയ്തില്ല. അത് ആചാരമല്ല. ഞാൻ തന്ത്രിയുടെ വക്താവോ വക്കീലോ അല്ല. തന്ത്രിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പേരുള്ള കുറ്റം ഇതാണ്. അതായത് ആചാര ലംഘനം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെയാണ്. അതായത് കൃത്യമായ ദേവൻ്റെ ആജ്ഞ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ചടങ്ങല്ലേ? ദേവൻ്റെ ആജ്ഞ എന്ന് പറഞ്ഞാൽ ദേവനായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ളതല്ല, അതൊരു ചടങ്ങ്, ഒരു ആചാരമാണ്. അതെ, ദേവനുമായി സംസാരിക്കുന്നത് ചടങ്ങാണ്. പക്ഷെ അങ്ങനെ സംസാരിച്ചു എന്ന് സ്വയം നോക്കി ദേവന് വേണ്ടി പറയേണ്ടത് തന്ത്രിയാണ്. തന്ത്രി അത് എഴുതി കൊടുക്കണം. അപ്പോൾ അവിടെ അത് ഒരു ചടങ്ങല്ല, തന്ത്രി ശരിക്കും ചെയ്യുന്ന കാര്യമാണ്. ദേവനുമായി സംസാരിക്കുന്നതാണ്
ഈ പിന്നെ ആചാരം. മറ്റത് അത് ചടങ്ങാണ്. പക്ഷേ ഇത് ചടങ്ങല്ല. അദ്ദേഹം സ്വയം ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ആത്മീയമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർ ചെയ്യണം. അത് എഴുതി കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ അവിടുന്ന് ഒരു സാധനം പുറത്തേക്ക് പോവില്ല. അത് അദ്ദേഹം പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യം തെറ്റുപറ്റിയെങ്കിൽ പിന്നീടെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. അത് ചെയ്തിട്ടില്ല. തിരിച്ചു വരാത്തപ്പോൾ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വീഴ്ചയാണ്. പിന്നെ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിനും രാഷ്ട്രീയമായി വേണ്ടത് എന്താണ്? നേതാക്കൾ, CPM നേതാക്കൾ, അത് മാത്രം മതി. ഈ പറയുന്ന യഥാർത്ഥ കള്ളൻ അയ്യപ്പൻ്റെ സ്വർണം കെട്ടവനെ പിടിക്കണ്ട ഇപ്പോൾ ആർക്കും. എന്തൊരു ഭക്തിയായിരുന്നു, എന്തൊരു വിശ്വാസമായിരുന്നു അയ്യപ്പൻ്റെ സ്വർണത്തെക്കുറിച്ചൊക്കെ ഇതുവരെ, ഇന്നലെ മിനിഞ്ഞാന്ന് വരെയൊക്കെ. ഇപ്പോൾ ആർക്കും വേണ്ട അത്. ഡോക്ടർ, അല്ല നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്തിനാ? അതൊന്ന് ആദ്യം പറഞ്ഞേ കേൾക്കട്ടെ. എന്തിനാ ചർച്ചയ്ക്ക് വിളിച്ചത് നിങ്ങൾ? എൻ്റെ ഭാഗം കേൾക്കാനാണോ അതോ നിങ്ങൾക്ക് പ്രസംഗിക്കാനാണോ? പറഞ്ഞോളൂ, ഇനിയാണ് ആ ഭാഗം കേൾക്കേണ്ടത്. വെറുതെ എൻ്റെ സമയങ്ങളെ നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാണ്ട് നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇത് ഇവിടെ ഇരിക്കുന്ന അനിൽകുമാർ വക്കീലിനും അതുപോലെ എൻ്റെ സുഹൃത്ത് ജേക്കബ് ജോർജിന് പോലും ഇത് മറ്റേ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളെ 3 പേരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പറയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ 3 പേര് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പറയുന്ന ഒരാളാണ് ഞാൻ. ആ വ്യത്യസ്തമായി പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലാതെ അവതാരം ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നു, അല്ലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം തരാം. അതല്ലെങ്കിൽ ആ 2 പേരെ വെച്ച് ചർച്ച ചെയ്തോളൂ. താങ്കൾ പറഞ്ഞോളൂ. ഇനി എന്താണ് പറഞ്ഞോളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാനിത് നിങ്ങളായിട്ട് തർക്കിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ലാലേന് എനിക്ക് തർക്കിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് കിട്ടും. നിങ്ങൾ കുറേ ചോദ്യം ചോദിച്ചു. സോണിയാഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശബരിമലയിലത്തെ സ്വർണ്ണപ്പാളി കേസിൽ ജയിലിൽ കിടക്കുന്ന CPM നേതാക്കളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? ശ്രീ MA ബേബിയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അനിൽകുമാർ വക്കീൽ ഇവിടെ ഇരിപ്പുണ്ട്. MA ബേബി CPMൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരാഴ്ച മുമ്പ് പറഞ്ഞു സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചഴക്കേണ്ട, സോണിയാഗാന്ധിക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവരെങ്ങനെ അവിടെ പോയി എന്നുള്ളത് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. അത് MA ബേബി പറഞ്ഞതാണ് ഇപ്പോൾ CPMൻ്റെ അഭിപ്രായം എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ CPMകാർ എന്നും സോണിയാഗാന്ധി എന്ന് നാമം ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ ചർച്ചയിൽ സോണിയാഗാന്ധി എന്ന് 10 പേര് വരുമ്പോൾ ആളുകൾ വിചാരിക്കില്ല സോണിയാഗാന്ധിക്കും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു ഒക്കെ പറഞ്ഞു. എന്തായി? എത്ര ദിവസമായി? അടൂർ പ്രകാശ് ഇപ്പോഴും UDF കൺവീനറായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലത്തെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളും അതുപോലെ അവിടുത്തെ സ്വർണവുമൊക്കെ കടത്തി. അതിൻ്റെ ഒരു 10 പേര് ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്, അറസ്റ്റിലായി കിടപ്പുണ്ട്. ആ 10 പേരിൽ 3 പേര് CPMൻ്റെ നേതാക്കളാണ്. അപ്പോൾ CPMൻ്റെ ഇതിലുള്ള പങ്ക് പ്രതിപക്ഷം പറയും. അങ്ങനെ പ്രതിപക്ഷം പറയുമ്പോൾ അത് കേൾക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിവൃത്തിയില്ല, വേറെ വഴിയില്ല. പത്മകുമാർ CPM അല്ലെന്ന് CPM പോലും പറഞ്ഞിട്ടില്ല. CPM അദ്ദേഹത്തെ പുറത്താക്കിയാൽ നമ്മൾ പറയാം പത്മകുമാർ CPM അല്ലെന്ന് പറയാം. പുറത്താക്കാത്തടത്തോളം പത്മകുമാർ CPM ആണ്. അല്ലാണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ CPM തന്നെ പറയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ CPM ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയാൻ എന്താ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ അന്വേഷണം നിങ്ങളുണ്ടാക്കിയ അന്വേഷണം അല്ലത്. അത് കോടതിയുടെ നിരീക്ഷണത്തിലെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നതാണ്. ഗവൺമെൻറ്റിന് ഒരു പങ്കുമില്ല. അനിൽകുമാർ വക്കീലും മറ്റ് നേതാക്കളൊക്കെ പറയുന്നത് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുന്നുണ്ട്. ശരിയായ ദിശ എന്ന് വെച്ചാൽ ഞങ്ങളാണ് ഇതൊക്കെ നടത്തുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാര്യം ജനങ്ങൾക്ക് വ്യക്തമായതുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തോൽവി സംഭവിച്ചത്. നേരത്തെ ഡോക്ടർ ലാൽ ചോദിച്ച പോലെ ഇത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമൊന്നുമല്ല. പക്ഷേ കോൺഗ്രസ് ഒരു വിഷയമാക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ അല്ലാണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഈ തോറ്റുപോയത്. ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് അതുകൊണ്ടാണ്. ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല, അത് വേറെ വിഷയം, നമ്മൾ ചർച്ച ചെയ്യേണ്ട. പക്ഷേ ആ തോൽവിക്ക് കാരണം CPI കണ്ടെത്തിയത് ശബരിമലയുടെ ഒരു വിഷയം കൂടെ അവർ കണ്ടെത്തി. CPM ഇപ്പോഴും കണ്ടെത്തുന്നില്ല. എന്ന് വെച്ചാൽ പരസ്യമായി പറയുന്നില്ല, രഹസ്യമായിട്ട് അവരെ ശബരിമല വിഷയമാണ് തോൽപ്പിച്ചെന്ന് അനിൽകുമാർ വക്കീലിൻ്റെ പാർട്ടിയിലെ ചില നേതാക്കൾ പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അതെനിക്കറിയില്ല, ഞാൻ പരസ്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നുള്ളൂ. അത് അംഗീകരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിലെ ബേജാറൊന്നുമില്ല. കാരണം എന്താണ്? ഒരു ബന്ധമില്ല. ഇതൊരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിൽ ദേവൻ്റെ സ്വർണ്ണം മുതലേ തിരിച്ചു കിട്ടണം. ചുമ്മാ വെറുതെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ, തിരിച്ചു കിട്ടണം. ആ തിരിച്ചു കിട്ടുന്നത് വരെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് CPM ഒരു പ്രതിഭാഗത്ത് വരും. കാരണം അവരുടെ 3 നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരത് പറയുന്നത്? ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇത് സ്വർണം തിരിച്ചു കിട്ടണം, അയ്യപ്പൻ്റെ മുതലാണ്, അതുകൊണ്ട് അത് തിരിച്ചു കിട്ടണം, അതാണ് പ്രധാന ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ പക്ഷേ
ആ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് തന്ത്രിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് SIT തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസിൽ വ്യക്തമാക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഒരു വെപ്രാളം, നേരത്തെ എൻ ശ്രീകുമാർ പറഞ്ഞ ഒരു ബേജാറ് കാണിക്കുന്നുണ്ടോ? അവർക്ക് ഇത് പോരാ, ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചത് തന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിനാണ് അവിടെ കൃത്യമായ കൺട്രോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കൺട്രോൾ പലയിടത്തായി വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ശ്രീ രാജീവ് കണ്ഠരർക്ക് എതിരായി കാര്യങ്ങൾ വരുന്ന ഒരു ഘട്ടമുണ്ട്. അത് വന്നപ്പോൾ ആ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ചെറിയ നേതാവാണെങ്കിൽ കൂടി, അവിടെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ നേതാവാണ് D. വിജയകുമാർ, BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് പോയി അദ്ദേഹത്തെ ആ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കണ്ടിരിക്കുന്നു, അവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, പുറത്തേക്ക് മാധ്യമങ്ങളോട് മറ്റു രീതിയിൽ പ്രതികരിക്കുന്നു. ഇതൊരു ബേജാറുണ്ടോ? അവർ നേരത്തെ ശ്രീ N. ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ശബരിമല കൊണ്ട് കുറേ വോട്ട് കിട്ടി എന്ന് കരുതുന്നവർക്ക്, ഇനി അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാമെന്ന് കരുതിയവർക്ക് അതങ്ങനെ സംഭവിക്കുമോ എന്ന ബേജാറ്. അല്ല, കോൺഗ്രസ്സിന് അങ്ങനെ ബേജാർ ഉണ്ടാവേണ്ട കാര്യം ഇല്ല ലാൽ. കാരണം അവർക്ക് ഈ തന്ത്രിയല്ല പ്രതിയാവേണ്ടത്. അവർക്ക് പിണറായി വിജയനോ അതേപോലെയുള്ള CPM നേതാക്കളോ ഒക്കെയാണ് അത് അവരുടെ ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യം. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് പാർട്ടി അവരടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ അത് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കയ്യിൽ കിട്ടുന്ന ഒരു ആയുധമായിട്ട് കണക്കാക്കി വെച്ചിരുന്നായിരിക്കാം. പക്ഷേ അതിന് മറുപടിയായിട്ട് നമ്മുടെ ശ്രീകുമാർ ഇപ്പം തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഞാൻ അതൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നുമല്ല, ഗവൺമെൻറ്റൊന്നുമല്ല ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതുണ്ടാക്കിയ അത് കേരള ഹൈക്കോടതി തന്നെയാണ്. അപ്പോൾ പിന്നെ ആര് എന്ത് തീരുമാനിക്കാനാ? ഈ ഗവൺമെൻറ്റിനും ആ അന്വേഷണത്തിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ മുഴുക്കിയും ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ പല അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയും ശരിക്കും പറഞ്ഞാൽ ലാലേ, ഈ കേരള ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ പോലീസാ. ഇപ്പോൾ SITയുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരെന്താ, അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. അദ്ദേഹം പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്, CBIയിലിരുന്ന് പരിചയമുണ്ട്. അദ്ദേഹം വലിയ പ്രഗത്ഭനാണെന്ന് ഹൈക്കോടതിക്ക് തന്നെ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരേ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും മുന്നോട്ട് നീങ്ങുന്നത്. SITയിൽ ഹൈക്കോടതിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തുറന്ന കോടതിയിൽ, ഓപ്പൺ കോർട്ടിൽ ഈ വിശ്വാസം കേരള ഹൈക്കോടതി രേഖപ്പെടുത്തി. മാധ്യമങ്ങളെയും ഇച്ചിരി കുറ്റപ്പെടുത്തി. അങ്ങനെ അതിന് വിട്ടു പോകണ്ട, വെറുതെ വിടുവായി അടിക്കേണ്ട എന്ന മട്ടിലാണ് മാധ്യമങ്ങളോട് പോലും ഹൈക്കോടതി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ആ സംഘത്തിൻ്റെ മേൽ അവർക്ക് സ്വാധീനമുണ്ട്, അവർക്ക് നിയന്ത്രണമുണ്ട്, അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എവിടെ? കേരള ഹൈക്കോടതിക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആർക്കും ശ്രീകുമാർ അതിന് തുനിയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ശ്രീകുമാർ പറഞ്ഞത് കേരള ഹൈക്കോടതി നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് പ്രസക്തിയുണ്ട്, അത് ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ലെന്ന്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? തന്ത്രി ഒരു പ്രശ്നമാണ് ശ്രീകുമാർ, യാതൊരു സംശയവും ഇല്ല. തന്ത്രിക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ തന്ത്രിയെ വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഇവർക്ക് വലിയ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യത കൊണ്ട് ഇവരൊക്കെ ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആത്മീയ ആചാര്യന്മാരാണ്, ആത്മീയ പുരുഷന്മാരാണ്, സംശയമില്ല. ഞാൻ ഇതിനോടൊക്കെ യോജിക്കുന്നു. പക്ഷേ ഇവരൊക്കെ കാശ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തന്ത്രിയും പഴയ നമ്മുടെ പോറ്റിയുമായിട്ട് എന്താണ് ബന്ധം? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകുമാറെ. അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ.
ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അദ്ദേഹം ശരിക്കുള്ള പ്രതിയാവുകയുള്ളൂ. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയൂ, അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കാൻ കഴിയൂ. കണ്ടുപിടിക്കട്ടെ, അത് കണ്ടുപിടിക്കണം, അത് SIT കണ്ടുപിടിക്കും. ഒരു പ്രയാസവുമില്ല. കേരളത്തിൽ 2 അക്കൗണ്ടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറുന്നത് കണ്ടുപിടിക്കാൻ ഒറ്റ മിനിറ്റ് മതി ശ്രീകുമാറേ. നമുക്കറിയാമല്ലോ, ഒറ്റ മിനിറ്റ് മതി കണ്ടുപിടിക്കാൻ. ഏത് ചെറുതും വലുതുമായ ഏത് അക്കൗണ്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പണം മാറുന്നത്. അപ്പോൾ പോറ്റി നമ്മുടെ ഈ തന്ത്രിക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, തിരിച്ചങ്ങോട്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കിട്ടിയ കാശ് ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായിട്ട് തൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ചിലവാക്കിയിട്ടുണ്ട് കണ്ടുപിടിക്കട്ടെ. ആ പണം എത്രമാത്രം വരും അത് കണ്ടുപിടിക്കട്ടെ. ജേക്കബ് ജോർജ്, ഇത്ര അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഒന്ന് വെരിഫൈ ചെയ്യാതെയാണ് SIT ഇതുവരെ എത്തിയത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അതിൻ്റെ അങ്ങേപ്പുറത്തെ മണ്ട വരെ SIT ചെന്ന് കാണും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് വരെ എത്തിക്കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേശ്ശെ മാത്രമേ അവർ പുറത്ത് വിടുകയുള്ളൂ. അത് കുറേശ്ശെ മാത്രമേ അവർ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ നമുക്ക് കിട്ടിക്കാണത്തുള്ളൂ. ഇത് പത്രക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ എങ്ങനെയാണ് വിവരം കിട്ടുന്നത്. അറ്റമുറി മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ആർക്കാണ് പേടി എന്നുള്ളത് പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമായിരിക്കും, സംശയമൊന്നുമില്ല. അവിടെ ആർക്ക് ഇത് മുതൽക്കൂട്ടാവും എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ശരി, ശ്രീ K. അനിൽകുമാർ, അപ്പോൾ ഈ കാര്യത്തിൽ സ്വർണം ആരൊക്കെ പങ്കുവച്ചു, അതിൻ്റെ ലാഭം ആർക്കൊക്കെ കിട്ടി എന്ന കാര്യത്തിലുള്ള പേടി ഒരു ഭാഗത്ത്, എന്നാൽ രാഷ്ട്രീയമായ മറ്റൊരു പേടിയുണ്ടല്ലോ. ആ പേടിയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ച പല പ്രതികരണങ്ങളിൽ നിന്നും കണ്ടത്. ഇപ്പോൾ ശ്രീ N. ശ്രീകുമാർ പറയുന്നതും ആ രാഷ്ട്രീയ പേടിയുടെ ഭാഗമായിട്ടാണ്. കോൺഗ്രസിൻ്റെ അത്തരം പേടിയെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നത്. ആ രാഷ്ട്രീയ പേടിയിൽ 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഈ ശബരിമലയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നിടത്താണ് നേരത്തെ ശ്രീ N. ശ്രീകുമാർ പറഞ്ഞത്, ആ തന്ത്രി ചെയ്തതിൽ ഒരു ആചാരത്തിൻ്റെ പ്രശ്നം, ആചാര ലംഘനമാണ് ഉണ്ടായത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നത്. രണ്ടാമത്തത്, ഇത് സർക്കാരിനൊരു റോളുമില്ല ഇക്കാര്യത്തിൽ, ഹൈക്കോടതി മാത്രം നോക്കി നടത്തുന്ന ഒരു അന്വേഷണമല്ലേ എന്നതുമൊക്കെ. അല്ല, ഇവിടെ ചർച്ചയിൽ ഒരു കാര്യം ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചു. ഖുറാൻ ലോകത്ത് 100 കോടിയോളം വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ ഏറ്റവും ആരാധനയോടെ കാണുന്നൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. അതിൻ്റെ മറവിൽ കള്ളക്കടത്ത് നടന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് എത്രത്തോളം വേദനാജനകമാണ്, മനസ്സ് പിടയില്ലേ? അത്തരത്തിലൊരു കട്ടുകഥ, കള്ളക്കഥ ഇപ്പോൾ ഇവിടെ പേര് പറഞ്ഞ പിരിച്ചുവിടപ്പെട്ട രാധാകൃഷ്ണനാണ് ഉണ്ടാക്കിയത്. അയാളുണ്ടാക്കിയ കെട്ടുകഥ നിയമസഭയിൽ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ MLA KM ഷാജിയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ UDFൻ്റെ പതനം, ഇവർക്ക് എന്ത് വിശ്വാസമുള്ളത്? ഇവർക്ക് വിശ്വാസിയോട് എന്ത് താല്പര്യമാണുള്ളത്? ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് BJPക്കാരന് വേണ്ടി ഒരു EDയുടെ ഒരു ഉദ്യോഗസ്ഥനൊരു സാധനം ഉണ്ടാക്കിയാൽ അപ്പം തന്നെ നിയമസഭയിൽ പറയുന്ന മുസ്ലിം ലീഗിന് എന്ത് മതവിശ്വാസമാണ്? അതൊരു സുവർണാവസരമാക്കി. പിന്നെ KM ഷാജി നിയമസഭയിൽ വന്നിട്ടില്ല. അതേ സുവർണാവസരക്കാരൻ മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടക്കുകയാണിപ്പോൾ. ശബരിമല എന്ന് കേട്ടാൽ BJPക്ക് സുവർണാവസരമാണ്, ശ്രീധരൻപിള്ള കോൺഗ്രസിനും സുവർണാവസരമാണ്. ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായി ചോദിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിന് ഉത്തരമില്ല. എന്താ ചോദ്യം? ദ്വാരപാലക ശില്പങ്ങൾ കോടീശ്വരന് വിറ്റു എന്ന് പറയുന്നത് സത്യമാണോ? ആർക്കാണ് വിറ്റത്? അത് ഇന്നെങ്കിലും പറയാൻ പറ്റുമോ? സ്വർണം ഉരുക്കി, ഭണ്ഡാരി ഉരുക്കി, ഗോവർദ്ധൻ അതിൻ്റെ ഗുണഭോക്താവായി, പോറ്റിയാണത് കട്ടത്. ഇത്രയും കാര്യങ്ങൾ SIT തെളിയിച്ചു കഴിഞ്ഞിട്ടും ഈ ശില്പങ്ങൾ കോടീശ്വരന് വിറ്റു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നയം ശബരിമലയെ രക്ഷിക്കാനാണോ? ഞാൻ രണ്ടാമത് ചോദിച്ചത്, 500 കോടി രൂപയുടെ പുരാവസ്തു ഇടപാട് ബഹുമാനപ്പെട്ട ചെന്നിത്തലയുടെ വാദമാണ്. എന്തു തെളിവ്? നിങ്ങൾ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു, അന്വേഷണം അട്ടിമറിക്കാൻ ബോധപൂർവ്വ ശ്രമം നടന്നു.
പക്ഷേ അതിന് കീഴ്പ്പെടാതെ SIT മുന്നോട്ട് പോയി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെളിയിച്ചത് കോൺഗ്രസിനെ കൂടി മറികടന്നാണ്. അതാണ് എൻ്റെ പോയിന്റ്. ഇനി നമുക്ക് ചോദിക്കാം, ആ ആൻ്റണിയോട് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ ഒന്ന് വിളിച്ച് പറയൂ, ആ കയ്യെ കെട്ടിയ സാധനം എന്താ? സ്വർണമാണോ, ചെമ്പാണോ, വെള്ളിയാണോ? എന്താ കയ്യെ കെട്ടിയത്? ആരുടെ കയ്യിൽ? സോണിയാഗാന്ധിയുടെ കയ്യിൽ. ആര് കെട്ടിയത്? ഈ കളവ് നടത്തിയ പോറ്റി. 2, ആ കളവ് നടത്തിയ പോറ്റി കൊടുത്ത സ്വർണം വാങ്ങിച്ച ഗോവർദ്ധൻ എന്തുപകാരമാണ് അവർക്ക് കൊടുത്തത്? അല്ല, അതിലൊരൊറ്റ കാര്യമാണ് പറയാനുള്ളൂ. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ നേതാവ് ശ്രീ MA ബേബിയോട് ചോദിക്കൂ, അദ്ദേഹത്തിന് സോണിയാഗാന്ധി ഇത് അത് പങ്കുപറ്റിയെന്ന അഭിപ്രായം ഇല്ലല്ലോ എന്നാണ് ചോദിച്ചത്. സോണിയാഗാന്ധി പങ്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ളതല്ല തർക്കം. അടൂർ പ്രകാശ് പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരൻ MP ആണ്, പോറ്റി എന്നെ വിളിച്ചോണ്ട് അവിടെ കയറ്റി. പ്രശ്നം എന്താണെന്നറിയോ? CPMകാർ പോറ്റിയെ ശബരിമലയെ കൊണ്ടുവന്നോ? ചോദ്യം ഇല്ല. തെളിഞ്ഞു കഴിഞ്ഞ സംഗതിയാണ്. നമ്പർ 1, 2004 പോറ്റി ശബരിമല വന്നത്. CPM ഉത്തരവാദിത്വം ഇല്ല. അന്നത്തെ മുഖ്യമന്ത്രി ആൻ്റണിയാണ്. അന്നത്തെ മന്ത്രി നിങ്ങളുടെ സംഘടനാ സെക്രട്ടറി വേണുഗോപാല, ദേവസ്വം മന്ത്രി. 2004 ഒന്ന് ശരിക്കും നോക്ക്. 2007 ശബരിമലയെ ശ്രീകോവിലിനകത്ത് പോറ്റി കയറ്റി. CPM അല്ല, തന്ത്രിയാണ്. തന്ത്രിക്ക് അധികാരമുള്ളൂ, ദേവസ്വം ബോർഡ് നിയമിച്ചിട്ടില്ല. 3, 2014 കൊടിമര പ്രതിഷ്ഠയ്ക്ക് പോറ്റി പിടിക്കുന്ന ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിൽ അജയ് തറയിലുണ്ടോ? അതുപോലെ തന്നെ അടൂർ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ? എന്താ ഉത്തരം കോൺഗ്രസിന്? അല്ല, പോറ്റിയെ ഞങ്ങൾ സ്പോൺസർ പോറ്റി ആക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കൊടിമര പ്രതിഷ്ഠയിൽ അവിടെ വന്നത്? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറേ, ഞാനങ്ങോട്ട് തെളിവ് തരാം കേട്ടോ. ആ കൊടിമര പ്രതിഷ്ഠയുടെ അഴിമതി അവസാനം കൊള്ള മുതൽ പങ്കുവെക്കുന്നതിന് തർക്കം വന്ന് മെർക്കുറി ഒഴിച്ചവിടെ. കൊടിമരത്തെ മെർക്കുറി ഒഴിച്ചു കോൺഗ്രസ് ഭരിക്കുമ്പോൾ. കോൺഗ്രസിൻ്റെ ബോർഡ് ഇരിക്കുമ്പോൾ കൊടിമരത്തിൽ മെർക്കുറി ഒഴിച്ചു. ഒരു വേദന ഉണ്ടായില്ലല്ലോ. ശബരിമല അയ്യപ്പൻ്റെ കൊടിമരത്തേൽ, സ്വർണ്ണ കൊടിമരത്തേൽ മെർക്കുറി ഒഴിച്ച് വികൃതമാക്കിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വേദനിച്ചോ? ഞങ്ങളൊന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല. ശബരിമലയെ സംബന്ധിച്ച് എന്ത് നെഗറ്റീവ് വാർത്ത വരുന്നതും കേരളത്തിനും ശബരിമലയ്ക്ക് അപകടകരമാണ്. ഞങ്ങൾ ആ കൈയടക്കം, ഞങ്ങൾ രാഷ്ട്രീയമായ മാന്യത, കോൺഗ്രസോ BJPയോ തീർത്തടിക്കുകയല്ലായിരുന്നു. ശബരിമലയ്ക്ക് എന്ത് സംഭവിച്ചാലും, ആ ക്ഷേത്ര സംഗീതത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കണം. ഇപ്പോൾ പറഞ്ഞല്ലോ, ശബരിമല പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോപ്പിച്ചു. ശബരിമല പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോപ്പിച്ചു, പാട്ടൊക്കെ പാടി. ഇനി വീണ്ടും 4 മാസം കഴിയും പാട്ട് പാടും. എന്ത് പാട്ടാണ് പാടാൻ പോണത്? സോണിയയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായ പാട്ടോ? ഞങ്ങൾ പറയണത് എന്താ കെട്ടിയത്? MA ബേബി സഖാവ് പറഞ്ഞു, സോണിയാഗാന്ധിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വിമർശനമുണ്ട്. തെളിവില്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പറയാനാവില്ല. കോൺഗ്രസിൻ്റെ MPമാരെന്ന് പറയുക, എന്താണ് ബന്ധം? എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? അത് 2 കള്ളന്മാരുടെ നടുവിൽ എങ്ങനെ സോണിയാഗാന്ധി വന്നു? ശ്രീകുമാർ, 2 കള്ളന്മാരുടെ നടുവിൽ എങ്ങനെ സോണിയാഗാന്ധി വന്നു? അതിന് ഉത്തരം പറയാതെ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രീകുമാർ, അതിന് മറുപടി വേണമല്ലോ. ഈ പറഞ്ഞ സ്പെസിഫിക് ആയ 3 കാര്യങ്ങൾക്ക് രാഷ്ട്രീയമാണത്. ഇതിലെ മറ്റ് ക്രിമിനൽ കുറ്റങ്ങളൊന്നുമല്ല, രാഷ്ട്രീയമായ ചർച്ചാ വിഷയമാകുന്ന ചോദ്യങ്ങളാണ്. അതിന് താങ്കളുടെ മറുപടി എന്താണ്? നോക്കൂ, അതൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം. അതായത് സോണിയാഗാന്ധിയെ ഇതിൽ വലിച്ചഴക്കേണ്ട എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഞാനതിൽ വിശ്വസിക്കുന്നു. കേരളത്തിലെ CPM പ്രവർത്തകരും ജനങ്ങളും അത് വിശ്വസിക്കുന്നു വിചാരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോട്ടോയിൽ ആണോ വിഷയമെങ്കിൽ കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോട്ടോയിൽ വന്നിട്ടുള്ള ആരായാലും, മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആരായാലും അവരൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് CPM അത് ഉന്നയിച്ചുകൊണ്ടിരിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പക്ഷേ ശ്രീ അനിൽകുമാർ വക്കീൽ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം സാറെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയോട് കൈകൂപ്പി അപേക്ഷിക്കുന്നു. എനിക്കിന് സമയം തരണ്ട. ഞാൻ കൈകൂപ്പി അങ്ങയോട് അപേക്ഷിക്കുന്നു. എനിക്ക് സമയം തരണ്ട ശ്രീകുമാർ സാറേ. എൻ്റെ സമയം കൂടെ അങ്ങേക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ 2 കള്ളന്മാർ പോയത്? അങ്ങൊന്ന് പറഞ്ഞാൽ മതി. അങ്ങ് പറയൂ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഫോട്ടോയുടെ കാര്യം മുഖ്യമന്ത്രി എന്താണ് കയ്യെ കെട്ടിയത്? അങ്ങ് പറയൂ.
അനിൽകുമാർ വക്കീലെ ഞാൻ ഇതിനൊന്നും ഉത്തരം പറയൂ. പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിന് ഉത്തരം പറയൂ ശ്രീകുമാർ സാറേ. എന്റെ സമയം അങ്ങേക്ക് തന്നിരിക്കുന്നു. ഞാൻ പറയട്ടെ, അല്ല, അത് പറയില്ലല്ലോ. അത് പറയില്ല. നിങ്ങൾക്കൊരു പ്രിവിലേജ് ഉണ്ട്. അല്ലല്ല, നിങ്ങൾ പറയില്ല. നിങ്ങൾ പറയില്ല. അതിന് കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് കേരളത്തിൽ പ്രിവിലേജ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എന്തും പറയാം. തിരിച്ച് ചോദ്യം വന്നാൽ വയനാട്ടിൽ വീട് പണിതുപോലെ വിദേശത്ത് പോവാം. 300 വീട് പണിതിട്ട് പോയല്ലോ പ്രതിപക്ഷ നേതാവ്. എനിക്കിന് സമയം വേണ്ട. 300 വീട് പണിതിട്ട് പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയല്ലോ, വയനാട്ടിലെ വീട്. നിങ്ങൾക്കൊരു പ്രിവിലേജ് ഉണ്ട് കോൺഗ്രസ്സുകാർക്ക്. എന്തു കള്ളവും പറയാം, എന്തു നുണയും പറയാം, ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയത്? എന്താണ് കെട്ടിയത്? ഈ ചർച്ചയിൽ പറയാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് വെല്ലുവിളിക്കുകയല്ല. അങ്ങയുടെ പ്രായം, അങ്ങ് സീനിയറാണ്, ഞാൻ അപേക്ഷിക്കുന്നു. ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസിന്റെ വക്താക്കൾ പല ചാനലുകളിൽ ഇരുന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ. BRM ഷഫീർ ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നത് കേട്ടു, ഈ അസുഖമായതുകൊണ്ട് അത് മാറാൻ വേണ്ടി എന്തോ ചരട് കെട്ടിയതാണെന്ന്. വേറൊരു വക്താവ് പറയുന്നത് കേട്ടു, ഇതൊന്നുമല്ല, അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത് അത്രയും വലിയ ഒരു ദേവൻ്റെതായതുകൊണ്ട് അത് കെട്ടിയതാണെന്ന്. ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോരുത്തർ പറയുന്നു. താങ്കളിപ്പോൾ ഉള്ളവരൊന്നും പറയുന്നില്ല. പക്ഷെ കൃത്യമായി പറയണ്ടേ? ആ കാര്യം ഒന്ന് പറയണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി വീഡിയോ കാണിച്ചല്ലോ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. നോക്കൂ, അടൂർ അയ്യപ്പന്റെ പ്രകൃതിയാണ് പോറ്റി. ശബരിമല അയ്യപ്പന്റെ പ്രകൃതിയാണ് പോറ്റി എന്നല്ലേ ഇതിന്റെ അർത്ഥം? ശബരിമല അയ്യപ്പന്റെ പ്രതീകമാണ് പോറ്റി. ശബരിമല അയ്യപ്പന്റെ തന്ത്രിയേക്കാൾ വലിയ ആളാണ് പോറ്റി എന്നല്ലേ കോൺഗ്രസിന്റെ വാദം? അതല്ലേ പോയിന്റ്? അങ്ങനാണോ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ, ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കേ. അതായത് UDF കൺവീനർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം. സോണിയാഗാന്ധിയുമായി അദ്ദേഹം കാണാൻ പോയതൊക്കെ. പക്ഷേ CPM വിശ്വസിക്കേണ്ട. സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താണ് കെട്ടിക്കൊടുത്ത ചരടാണോ ബ്രേസ്ലെറ്റ് ആണോ എന്നൊന്നും കോൺഗ്രസ്സുകാർക്കും അറിയാൻ വയ്യ. അത് പോയിട്ട് കെട്ടിക്കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പടം ഉണ്ടല്ലോ, ആ പടം വെച്ചുകൊണ്ട് അന്വേഷണത്തിനായിട്ട് ഒരു പരാതി SITക്ക് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് പറഞ്ഞു. CPM കൊടുത്താൽ മതി, അല്ല കേരള മുഖ്യമന്ത്രി കൊടുത്താൽ മതി. പ്രത്യേക അന്വേഷണ സംഘത്തോടെ പറയാം, ഇങ്ങനെ എന്തോ പോയിട്ട് കെട്ടിക്കൊടുത്തുണ്ട്, അതും കൂടെ അന്വേഷിക്കാൻ പറഞ്ഞാൽ പ്രശ്നം തീരും. അതും കോൺഗ്രസ് അയ്യപ്പ വിശ്വാസിയായ ശ്രീ എൻ ശ്രീകുമാറിന് ആ സ്വർണത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? അതിന്റെ എന്തെങ്കിലും പങ്ക് അവിടെ ഉണ്ടോ എന്ന് അറിയണ്ടേ? എനിക്കെന്തിനാ അറിയേണ്ട കാര്യം? കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടല്ലേ CPM ഗവൺമെന്റിന്റെ എതിരായ ജനവിധി വന്നത്. ശ്രീകുമാർ എന്താ കാര്യം? ശ്രീകുമാർ അയ്യപ്പ ഭക്തരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നോ തോക്കുന്നോ എന്നുള്ളത് അനുസരിച്ചാണോ തീരുമാനിക്കുന്നത് മോഷണമൊക്കെ? ഡോക്ടർ ലാലെ, നമ്മൾ പറയുന്നതിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ ഓരോന്നിനും നിങ്ങളുടെ ഈ ഒരു ചില ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെ ഉത്തരം പറയാം? നമ്മൾ പറയുന്ന രാഷ്ട്രീയം എന്താണ്? ശബരിമലയിലെ സ്വർണം കടത്തി, ആ കടത്തിയ സ്വർണം ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നതിന് ഉള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ ഈ SITയോട് നേരിട്ട് തന്നെ രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തോടെ എല്ലാവരും സഹകരിക്കുന്നു പറയുന്നു, വിശ്വാസമാണെന്ന് പറയുന്നു. അന്വേഷണ സംഘം ഓരോരുത്തരും അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ അനിൽകുമാർ വക്കീൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ഇനി കോൺഗ്രസ് എന്ത് പറയും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? തന്ത്രി കോൺഗ്രസ് ആണോ? അല്ല. പക്ഷേ എന്താണ്, അവരങ്ങനെ മാറ്റുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞതിനകത്ത് SITയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള വകയുണ്ടായിരുന്നു എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത്. പുരാവസ്തുവാദം അത് തെറ്റാണെന്നാണ്. അതുപോലെ ഈ പറയുന്ന സ്വർണം എവിടെയൊക്കെ പോയി എന്ന് കണ്ടെത്തേണ്ടതാണെങ്കിൽ ഈ പറഞ്ഞ കള്ളന്മാർ ഒരുമിച്ച് നിന്ന ഫോട്ടോയിൽ അവിടെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിലെ ഗിഫ്റ്റിലൊക്കെ സ്വർണ്ണമുണ്ടോ എന്ന് അറിയണ്ടേ? അതൊക്കെ അന്വേഷിക്കണ്ടേ? നോക്കൂ ലാലെ, ഈ കള്ളന്മാരെന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം കേട്ടോ. കാരണം നമ്മുടെ ഒരുപാട് നേതാക്കളെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആ വീഡിയോയിലൊക്കെ പെട്ടിട്ടുണ്ട്. അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ കോൺഗ്രസ് നേതാക്കളല്ല കള്ളത്തരം കാണിച്ച ഗോവർദ്ധൻ ഉണ്ടായിരുന്നു. ഭണ്ഡാരിയും ഗോവർദ്ധനവും പോറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് ഉദ്ദേശിച്ചവരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഒരു മിനിറ്റ് നിൽക്കുക. അതായത് സോണിയാഗാന്ധിയുടെ ഒപ്പം നിന്ന് ചിത്രമെടുത്താലും മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്ന് ചിത്രമെടുത്താലും അതൊക്കെ ചിത്രം എടുക്കുമ്പോൾ എല്ലാവരും എടുക്കും, അതൊക്കെ വേറെ വിഷയം. അത് MA ബേബി പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. MA ബേബി പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമല്ല, പിന്നെ ഞാൻ MA ബേബി പറഞ്ഞത് ആദ്യ ഭാഗം മാത്രമേ താങ്കൾ പറയുന്നുള്ളൂ. MA ബേബി അതിന് ശേഷം ബാക്കി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സോണിയാഗാന്ധിയെ ഞങ്ങൾക്ക് സംശയമില്ല, സംശയിക്കുന്നില്ല. പക്ഷേ അതിന് താഴോട്ട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ എന്തിനാണ് ഈ പറഞ്ഞ കളങ്കിതരായ ആളുകളുമായി അവിടെ പോയത് അതറിയണം എന്ന് MA ബേബി പറഞ്ഞു. അന്വേഷിക്കണേ, അത് അന്വേഷിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അന്വേഷിച്ചോ?
അതല്ലേ പറഞ്ഞേ, പ്രത്യേക അന്വേഷണ സംഘത്തിന് അനിൽകുമാർ വക്കീലിന് ഒരു പരാതി കൊടുക്കാം, അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞ CPM അല്ല, ഒരു മിനിറ്റ്, CPM ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു വിഷയത്തിൽ അവർക്ക് ഏകോപിതമായ അഭിപ്രായമില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഇവിടെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഏത് വിഷയം, ഇപ്പോൾ AK ബാലൻ പറഞ്ഞ വിഷയത്തിലാണോ ഒരു അഭിപ്രായ ഒരു ഏകോപിത രൂപമുണ്ടോ? ഇല്ല. എന്ത് വിഷയത്തിൽ അതുപോലെ പാർട്ടി നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. അല്ല പോവല്ല, ഞാൻ അനിൽകുമാർ വക്കീൽ പറഞ്ഞതിൻ്റെ ഉത്തരവാണ് പറയണേ. എവിടേക്ക് പോകണേ? ഞാൻ എവിടെ പോയാലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ പോകണുള്ളൂ. അത് ശബരിമല തന്നെ മതി, നമുക്ക് വേറെ എങ്ങും പോകണ്ട. അനിൽകുമാർ വക്കീലിയുടെ പറഞ്ഞ കാര്യം, ആ 1-2 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച ഏകോപിതമായ അഭിപ്രായം ആദ്യം CPM ഉണ്ടാക്കട്ടെ, LDFന് ഏകോപിതമായ അഭിപ്രായം ഉണ്ടാക്കട്ടെ, CPM CPIയും ചേർന്നൊരു അഭിപ്രായം ഉണ്ടാക്കട്ടെ. ഇതിപ്പോൾ വിഷയം എന്താ വെച്ചാൽ ശബരിമല വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ CPM അല്ല, ഒരു മിനിറ്റ്, ശബരിമല വിഷയം വന്നപ്പോൾ CPMൽ പ്രതിക്കൂട്ടിലാണെന്ന കാര്യത്തിൽ ജനങ്ങൾക്കറിയാം, മാധ്യമങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ചർച്ച ചെയ്യാൻ പാടില്ല. ചർച്ച എന്ത് വേണം? കോൺഗ്രസ് ആണ് പ്രതികളെന്ന് പറയണം. കോൺഗ്രസ് പ്രതികളാണ് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ അറസ്റ്റിലാവണ്ടേ? വെറുതെ പറയാൻ പറ്റുമോ? ശ്രീ ജേക്കബ് ജോർജ്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനുമുമ്പ് ശ്രീ ജേക്കബ് ജോർജ്, ഇത് CPIMലെ പ്രശ്നമാണോ ഇപ്പോൾ N ശ്രീകുമാർ ഉത്തരം പറയാതെ പോകുന്നത്? കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ളൊരു ഗൂഢശ്രമമായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും നേതാക്കളോട് അഭിപ്രായങ്ങൾ ആരെയും ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ മാത്രം ഉത്തരം പറയണ്ടേ കോൺഗ്രസ് നേതാക്കൾ? അല്ല ശ്രീകുമാറെ, നമ്മുടെ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ എങ്ങനെയാണ് CPMനെ കുറ്റപ്പെടുത്തുന്നത് ശ്രീകുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊരു പാരടിപ്പാട്ട് എഴുതി അത് പാട്ടുപാടി പ്രചരിപ്പിച്ചു, അതൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ എങ്ങനെ നടത്തി എന്ന് കരുതി അതുപോലെയാണ് കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും സത്യസന്ധമല്ല ശ്രീകുമാർ. ഞാനതിനോട് യോജിക്കുന്നില്ല. ഇതിനകത്ത് CPM നമുക്കറിയാമല്ലോ ശ്രീകുമാർ, ഞാൻ തിരുവനന്തപുരത്തെ ഒരു പത്രക്കാരനാണ്. ഞാൻ കുറേ കാലമായിട്ട് കേരളത്തിലെ ഭരണാധികാരികളെ നന്നായിട്ട് നേരിട്ടറിയാം. അതിനകത്ത് പലതരം ആൾക്കാരുണ്ട്. അവരുടെ പല തരങ്ങളും എനിക്കറിയാം ശ്രീകുമാർ. പിണറായി വിജയൻ അത്തരക്കാരനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ വ്യക്തമായിട്ട് എവിടെയും ഞാനത് പറയാം. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അഭിപ്രായം തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അങ്ങ് തെളിയിച്ചോ ശ്രീകുമാർ. ഞാൻ പറയാം, അങ്ങനെ CPM ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരം എന്ന് പറയാൻ അങ്ങയെ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ കാരണം, രാഷ്ട്രീയം പോട്ടെ, ഈ മോഷണത്തിനുള്ള കാരണം എന്താണ്? അത് അങ്ങനെ പറയരുത്. അതാണ് ഈ പാരടിപ്പാട്ടിനുള്ള കുഴപ്പം. ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, എന്ത് മോശമായ രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി ആട്ടെ, ജയിലിൽ കിടക്കുന്ന ആളെ ഇവർ ആരാ അറസ്റ്റ് ചെയ്തത് ശ്രീകുമാറെ? അവരെ അറസ്റ്റ് ചെയ്ത് ആരാ? പിണറായി വിജയൻ്റെ പോലീസ് ശ്രീകുമാറെ. പിണറായി വിജയൻ്റെ, സാക്ഷാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പിണറായി വിജയൻ വിചാരിച്ചാൽ പറ്റുമായിരുന്നു. അദ്ദേഹം വിചാരിച്ചില്ലല്ലോ. ആ ഒരു പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ ശ്രീകുമാറെ അല്ല, എനിക്ക് ധൈര്യമുള്ളത് കൊണ്ടാണ് ഇന്ന് അല്ല ശ്രീകുമാറെ, ഞാൻ എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പറയാം. അവരെ അന്ന് ജയിലിലിട്ടപ്പോൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ CPM അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. കുറഞ്ഞ പക്ഷം പാർട്ടി അംഗത്വത്തിൽ നിന്നെങ്കിലും സസ്പെൻഡ് ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ശ്രീകുമാറിന് ഇന്നീ അഭിപ്രായം പറയാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM ഇതുപോലെ ഏറ്റ ഒരു തിരിച്ചടിയേക്കുമായിരുന്നില്ല. അതും കൂടെ എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആവർത്തിക്കുന്നു ശ്രീകുമാർ, അതിനകത്ത് CPMനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് എനിക്ക്. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇടവേളയിലേക്ക് പോകാൻ 1 മിനിറ്റ് കൂടെയാണ് ബാക്കിയുള്ളത്. പക്ഷെ അതിനു മുമ്പ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും നിന്ന് ഫോട്ടോ എടുത്ത ആ സന്ദർഭം ഓർക്കുന്നുണ്ടല്ലോ. അവിടെ ആ കൊടിമരം പോലും മാറ്റി പുതിയ രീതിയിലാക്കണമെന്ന് പറഞ്ഞത് അന്നത്തെ തന്ത്രിയാണ്. ആ പറഞ്ഞ കാര്യത്തിൽ പോലും അത് പ്രശ്നമാണ് എന്ന് ഉണ്ടെങ്കിൽ അതിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ തെറ്റുകാരനാണ്, അജയ് തറയിൽ തെറ്റുകാരനാണ്. ഈ പറഞ്ഞതുപോലെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് അന്ന് ഈ പറയുന്ന. അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും.
അതായത് പത്മകുമാറിനെ പുറത്താക്കേണ്ടതെന്ന് ഞാൻ ഞാൻ പറയുന്നില്ല. കുറ്റമൊന്നും പക്ഷെ ആരോപിക്കുന്നില്ല. പത്മകുമാർ ഇല്ല, ചെയ്തു എന്ന് പറയുന്ന തെറ്റിനപ്പുറം അവിടെ തന്ത്രിക്കുള്ള റോളാണ്. അതാണ് നമ്മളിപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കാണുന്നത്. അനുജ്ഞ വാങ്ങി അത് രേഖാമൂലം കൊടുക്കേണ്ട ആൾ അത് കൊടുക്കാതെ എന്തിനു കൊണ്ടുപോയി? ആരാണ് ഏറ്റവും വലിയ കൂട്ടുനിന്നത്? അല്ല അത് അന്വേഷിക്കട്ടെ. ഇത് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത SIT പോലീസിനെ വെങ്കടേഷ്, അതിന്റെ നേതൃത്വത്തിൽ വഹിക്കുന്ന വെങ്കടേഷിനെ, ആന്ധ്രാപ്രദേശുകാരനായ വെങ്കടേഷ് എന്ന പ്രഗത്ഭനായ IPS ഉദ്യോഗസ്ഥന് അതിന് കഴിവുണ്ട്, തൻ്റെ ഇടമുണ്ട്. അദ്ദേഹം അറസ്റ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ അറസ്റ്റ് ചെയ്യും, പിടിക്കേണ്ടവരാണെങ്കിൽ പിടിക്കുന്ന സംശയമൊന്നുമില്ല, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ പോലീസിന് വിട്ടുകൊടുക്കുക, SITക്ക് വിട്ടുകൊടുക്കുക, ഹൈക്കോടതിക്ക് വിട്ടുകൊടുക്കുക. ഹൈക്കോടതി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കട്ടെ, യാതൊരു സംശയമില്ല ആർക്കും. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കേരള പോലീസ് അടങ്ങിയ SIT കാര്യങ്ങൾ കണ്ടെത്തട്ടെ, അതിന് വിട്ടുകൊടുക്കുക. SIT ഇനി തുടരന്വേഷണം നടത്താൻ വേണ്ടി പ്രതികളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് നേതാക്കൾ പോയി അവിടെ ചില ക്രിയകൾ, പൂജകൾ നടത്താതിരിക്കുക. എൻ ശ്രീകുമാർ നോക്കൂ, അപ്പോൾ ഇക്കാര്യത്തിൽ നമുക്ക് അയ്യപ്പൻ്റെ സ്വർണം കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയം രണ്ടാമതാണ്. ഇതിനകത്ത് രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്കൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അത് ഒഴിവാക്കി സ്വർണം കണ്ടെത്താനുള്ള അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ അതിന് കൂടുതൽ പിന്തുണ കൊടുക്കേണ്ട രാഷ്ട്രീയക്കാർ അത് ചെയ്യുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അവസാന മിനിറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇനി അന്വേഷണത്തിന് ദിവസം നീട്ടിക്കൊടുത്തിരിക്കുക. വേറെ ചിലരിലേക്ക് എത്താനുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. അത് എത്തട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ CPMനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ? ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ജയിലിൽ കിടക്കുന്നവരുടെ നിറം CPM ആണ്. അതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അവരിപ്പോഴും CPM ആണ്, അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ജേക്കബ് ജോർജ് തന്നെ പറഞ്ഞല്ലോ ആ കാര്യം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ അനിൽകുമാർ വക്കീൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, 2004 പോയിട്ട് വന്നത്. പത്മകുമാറിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു 2007 പോയിട്ട് വന്നതെന്ന്. 2007, 2004 പക്ഷേ 2004 CPM പറയുന്നുണ്ട്. അത് പക്ഷേ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഡോക്ടർ ലാലേ, അയ്യപ്പൻ്റെ സ്വർണം കിട്ടണം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അയ്യപ്പൻ്റെ സ്വർണം കിട്ടുമ്പോൾ LDF ഭരിച്ച കാലത്ത്, LDFൻ്റെ പ്രതിനിധികൾ ദേവസ്വം ബോർഡ് ഭരിച്ച കാലത്താണ് സ്വർണം കാണാതായത്. പലതും കണ്ടെത്താനുണ്ട്, കാലം ഏതൊക്കെയാണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി താങ്കളോട് ഈ കാര്യത്തിൽ താങ്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ മനസ്സിലായത്. ദേവസ്വം മാനുവൽ പറയുന്ന കാര്യങ്ങളും ഈ പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ സന്നിധാനത്തെ, ആ ശ്രീകോവിലിലെ എല്ലാ സ്വർണത്തിന്റെയും വസ്തുവകകളുടെയും ഒക്കെ ഉടമ ഈ അയ്യപ്പനാണ്, ദേവനാണ്. ദേവന്റെ പ്രതിനിധിയായ പിതൃതുല്യനായിട്ടുള്ള ഈ തന്ത്രിയാണ്. ആ തന്ത്രി പറഞ്ഞാൽ കേൾക്കണ്ടേ ദേവസ്വം ബോർഡ്, ദേവസ്വം പ്രസിഡന്റ്? നോക്കൂ ഡോക്ടർ ലാലേ, ആചാരപരമായ കാര്യങ്ങളിലാണ് തന്ത്രി, ഭരണപരമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡാണ്. നമ്മൾ അന്ന് കൂടുതൽ ചർച്ച ചെയ്ത് വെറുതെ എൻ്റെ സമയം കളയല്ലേ. ദേവസ്വം ബോർഡ് ഭരിച്ചവരാണ് ഇപ്പോൾ കുറ്റക്കാരെ എന്ന് കോടതി പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ട് കോടതി ജയിലിൽ അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതോടെ നിൽക്കട്ടെ. പിന്നെ മറ്റു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ രാഷ്ട്രീയം എന്താണ്? ഇതിലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ആ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ കാലത്ത് ഭരിച്ചവരുടെ രാഷ്ട്രീയമാണ്. ശരി, നമുക്ക് രാഷ്ട്രീയത്തിലേക്കല്ല പോകേണ്ടത്. സ്വർണം തിരിച്ചു കിട്ടണം. ശ്രീകുമാർ, സ്വർണം തിരിച്ചു കിട്ടണം. രാഷ്ട്രീയമാണോ? നിങ്ങൾക്ക് സ്വർണം തിരിച്ചു കിട്ടി വിശ്വാസികളുടെ വിശ്വാസം വീണ്ടെടുക്കലാണോ? എന്തിനാണ് പ്രാമുഖ്യം? സ്വർണം കിട്ടാനല്ലേ ഇതൊക്കെ നടത്തുന്നത്? എന്തൊരു ചോദ്യമാണ് എൻ്റെ ലാലേ. അയ്യോ, സ്വർണം കിട്ടാനല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത്? അല്ലാണ്ട് എന്തൊരു ചോദ്യമാണിത്? അതെ, ഭണ്ഡാരി സമ്മതിച്ചു സ്വർണം ഊറ്റി. ഗോവർദ്ധൻ സമ്മതിച്ചു അങ്ങനെ ഊറ്റിയ സ്വർണം ഞാൻ വാങ്ങിച്ചു. ഇതെല്ലാം ഗോവർദ്ധനും ഭണ്ഡാരിയും സമ്മതിച്ചിട്ട് 2 മാസമായി. ചെന്നിത്തല പറയുന്നത് ഭണ്ഡാരി ഒന്നും ചെയ്തിട്ടില്ല, ഗോവർദ്ധൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ആർക്കോ വിദേശത്ത് കൊണ്ടു കൊടുത്തു. സതീശൻ പറയുന്നത് കോടീശ്വരന് വിറ്റു. അപ്പം ഭണ്ഡാരിയും ഗോവർദ്ധനും ആരാ? ജയിലിൽ കിടക്കുന്നവരിൽ സോണിയാഗാന്ധിയുടെ ഇടവും വലവും നിൽക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ ഈ ജയിലിൽ കിടക്കുന്ന ആരുടെ കാര്യമാണ് സാറ് പറയുന്നത്? 13 പേരുടെ പേരുണ്ട്. അതിൽ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവരുമായി നിങ്ങളുടെ 2 എംപിമാരുടെ ബന്ധം, സോണിയാഗാന്ധിയുടെ ബന്ധം അതെവിടെ വരെ എത്തി? ഞാനതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് 2014 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ പോറ്റിയായി ശബരിമല കയറിയിട്ട് അവിടുത്തെ ആ
കൊടിമര പൂജ നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പടം അങ്ങോട്ട് തരാം. അതിൽ അടൂർ പ്രകാശുണ്ട്, അതിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ട്, അതിൽ പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്, വേറെ എല്ലാ പേരും ഉണ്ട്. അത് നമുക്ക് പ്രതിപക്ഷ നേതാവിന് കൂടെയുള്ള ആളുകളാണ്. ഞാൻ അതിൻ്റെ തെളിവ് വേറെ തരാം. ശരി ശരി. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ 2004 2007 തർക്കം. എൻ്റെ തർക്കം എന്താണ്? 2004 അമ്പലപ്പുഴക്കാരനായ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ് ഈ പോറ്റി അവിടെ കൊണ്ടുവന്നത്. തന്ത്രിയെ സമ്മതിച്ചു കഴിഞ്ഞു. 2004 കൊണ്ടുവന്നത് പരികർമ്മിയായിട്ട്. 2007 ശ്രീകോവിലിനകത്ത് കയറ്റി. അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഇന്ന് മാതൃഭൂമിയിലുണ്ട്. അപ്പം 2004 2007 കൊണ്ടുവന്നത് തന്ത്രിയാണ്. ശരി, അതൊക്കെ ആത്മീയ കാര്യമാണ്. എൻ ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ കാര്യങ്ങൾ കാണുന്നില്ല. അനിൽകുമാർ, എനിക്ക് ഒരു 30 സെക്കൻഡ് ശ്രീ ജേക്കബ് ജോർജിന് കൂടി കൊടുക്കണം. ശ്രീ ജേക്കബ് ജോർജ് കോടീശ്വരൻ ആണെന്ന് ഒരു കോൺഗ്രസ് നേതാവ്, ഈ പറയുന്ന വിദേശത്തേക്കാണ് കടത്തിയതെന്ന് മറ്റൊരു കോൺഗ്രസ് നേതാവ്, സഖാക്കൾ മതിയെന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ട് പാട്ട് പാടിക്കുന്ന നേതാക്കൾ, ഇതൊന്നുമല്ല സത്യമെന്ന് കണ്ടെത്തുന്ന SIT, എവിടേക്കാണ് പോകേണ്ടത്? ഏതാ വേണ്ടത് നമുക്ക്? ലാലേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഈ സ്വർണം കടത്തിയത് ഒരു മര്യാദയില്ലാത്ത ഒരു വിശ്വാസവുമില്ലാത്ത വിശ്വാസികളാണ്. എല്ലാ വിശ്വാസികൾക്കും വിശ്വാസമുണ്ട് എന്ന് ധരിക്കരുത്. എല്ലാ വിശ്വാസികളും വിശ്വാസികളല്ല. ഈ വിശ്വാസികൾ ഭൂലോക കള്ളന്മാരാണ്, സംശയമില്ല. ഇവർ ശബരിമല കക്കാൻ വേണ്ടി, കവർ ചെയ്യാൻ വേണ്ടി അവിടെ കയറിപ്പറ്റിയതാണ്. അതിന് തന്ത്രി സഹായിച്ചു എന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. ആ തന്ത്രിയെക്കുറിച്ച് പണ്ട് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പരിപൂർണൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ അന്ന് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഇന്ന് അത് എവിടെയോ ഫേസ്ബുക്കിൽ കണ്ടു. അങ്ങയ്ക്ക് സംസ്കൃതം അറിയാമോ? വലിയ തന്ത്രിയാണത്രേ, ശബരിമലയിൽ വലിയ 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 തന്ത്രിയാണ്. അങ്ങയ്ക്ക് സംസ്കൃതം അറിയാമോ? എനിക്കറിയില്ല. അങ്ങയ്ക്ക് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അറിയാമോ? കർമ്മങ്ങൾ ചെയ്യാൻ അറിയാമോ? അറിയില്ല. അയ്യോ, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ, ജസ്റ്റിസ് പരിപൂർണന്റെ മകൻ ചോദ്യങ്ങൾ. എന്നിട്ടൊക്കെ അദ്ദേഹം പരിപൂർണൻ സ്വാമി അന്ന് ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. തന്ത്രിയുടെ കാര്യത്തിൽ അതൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾ ഇന്നത്തെ ദിവസം മറക്കുകയാണ്. ഗായത്രി മന്ത്രം പോലും അറിയില്ലേ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെച്ച് പോയ പരിപൂർണൻ സ്വാമിയെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും തന്ത്രിയുടെ കാര്യത്തിൽ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയല്ല. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു നാമജപ ഘോഷയാത്ര നടത്തി ഏതെങ്കിലും തരത്തിൽ മീൻ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നവർക്ക്, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നവർക്ക് എന്തെങ്കിലും ഇട്ടുകൊടുക്കുകയല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അയ്യപ്പൻ്റെ സ്വത്ത് അത് കണ്ടെത്തണം. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചോണ്ട് പോയത് ആരാണെങ്കിലും അത് കണ്ടെത്തണം. അവരെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ആ വഴിയിൽ വേറെ ക്ലൂകളിട്ട് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും പുറത്തു കൊണ്ടുവരണം. വളരെ നന്ദി ഇന്നത്തെ ചർച്ചയിൽ ചേർന്നതിന്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, N. ശ്രീകുമാർ, ഒപ്പം ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.